എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മണ്ണും മണവും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് തയ്യാറാക്കുന്നത്. മീൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവായിരിക്കും. അതിൽ തന്നെ തിലോപ്പിയ പൊള്ളിച്ചതെന്ന് കേൾക്കുമ്പോൾ നാവിലോട്ട് വെള്ളം വരും അല്ലേ? ഇന്ന് നമ്മൾ ഒരു തനി നാടൻ രീതിയിൽ വാഴയിലയിൽ പൊതിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് എങ്ങനെ മീൻ പൊള്ളിച്ചെടുക്കാം എന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കാരണം ഇതിൽ ചില ചെറിയ ടിപ്സുകൾ കൂടി ഞാൻ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ മീനൊന്ന് വൃത്തിയാക്കാം. തിലോപ്പിയയുടെ തല നമ്മൾ കളയുകയാണ്. പലർക്കും അതിൻ്റെ തലയിൽ ഒരു ചെറിയ ചെളിച്ചുവ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തല കളയുന്നതാണ് നല്ലത്. നന്നായി ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകിയാൽ ആ വഴുക്കലൊന്ന് പോയി കിട്ടും. കണ്ടോ, ഇതുപോലെ നന്നായി ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം. എങ്കിലേ നമ്മൾ തേക്കുന്ന മസാല ഉള്ളിലോട്ട് ഇറങ്ങുകയുള്ളൂ. ഇനി നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായി അളവുകളൊന്ന് പറയാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, നാരങ്ങാനീര് 1 പകുതി, ഉപ്പ് ആവശ്യത്തിന്. വറക്കുമ്പോൾ മീനിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണിത്. ഈ മസാലകളെല്ലാം ചേർത്ത് അല്പം വെള്ളമോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇതൊരു 20 മിനിറ്റ് എങ്കിലും ഇരിക്കണം. സമയമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് മസാല പിടിക്കാൻ കൂടുതൽ സഹായിക്കും. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ മീൻ പതുക്കെ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. മീൻ ഫുള്ളായി വറുത്ത് കരിക്കരുത്. 2 വശവും ഒരു ലൈറ്റ് ഗോൾഡൻ നിറമായാൽ മതി. ഏകദേശം 70% വെന്താൽ മതിയാകും. ബാക്കി നമ്മൾ മസാലയിൽ വെച്ച് വേവിക്കും. അടുത്തതായി മീൻ പൊള്ളിക്കുന്നതിനായുള്ള മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി വേണ്ട അളവുകൾ: സവാള 3 എണ്ണം കുനുകുനെ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ച കുരുമുളകിൻ്റെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, തക്കാളി 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, തേങ്ങാപ്പാൽ 1/4 പാൽ 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കിയാൽ കുറച്ചുകൂടി രുചികരമാകും. എന്നിട്ട് നാം സവാളയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഉള്ളി പെട്ടെന്ന് വഴന്നു കിട്ടാൻ അല്പം ഉപ്പ് ചേർത്താൽ മതി. ഉള്ളി നിറം മാറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണേ, പൊടികൾ കരിഞ്ഞു പോകരുത്. അതിനുശേഷം തക്കാളി ചേർത്ത് നന്നായി ഉടയുന്നത് വരെ വേവിക്കണം. അവസാനമായി നമ്മുടെ രഹസ്യ ചേരുവയായ 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഗ്രേവിക്ക് നല്ലൊരു റിച്ച് ടേസ്റ്റ് നൽകും. ഇനി നമുക്ക് വാഴയിൽ പൊതിയുന്ന രീതി നോക്കാം. ആദ്യം നമുക്ക് നല്ലൊരു വാഴയില എടുക്കാം. ഇതൊന്ന് തീയിൽ കാട്ടി വാട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മീൻ വെച്ച് മടക്കുമ്പോൾ ഇല കീറിപ്പോകും. ഇനി ഇലയുടെ നടുവിൽ കുറച്ച് മസാല വയ്ക്കാം. അതിന് മുകളിൽ വറുത്തു വെച്ച മീനിന് മുകളിൽ വീണ്ടും മസാല പൊതിയാം. കുറച്ച് കറിവേപ്പിലയും മുകളിൽ വെക്കുന്നത് നല്ല മണം തരും. ഇനി ഇതൊരു പൊതിയായി കെട്ടാം. ഇനി നമുക്ക് പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു ദോശക്കല്ലോ പാനോ ചൂടാക്കി അല്പം വെളിച്ചെണ്ണ തടവി നമുക്ക് ഒരു പൊതി വെച്ച് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെക്കണം. ഓരോ വശവും 5-6 മിനിറ്റ് വീതം തിരിച്ചു മറിച്ചു ഇട്ട് പൊള്ളിച്ചെടുക്കാം. ആ വാഴയില കരിയുന്ന മണം വരുമ്പോൾ തന്നെ സംഗതി റെഡിയായെന്ന് മനസ്സിലാക്കാം. ദാ കണ്ടോ, നമ്മുടെ നാടൻ തിലോപ്പിയ പൊള്ളിച്ചത് റെഡി.
ഈ വാഴയില തുറക്കുമ്പോൾ വരുന്ന ആ മണമുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ചോറിന് കൂടെ ഇത് മാത്രം മതി. ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.